ഹായ്, ഞാൻ നിങ്ങളുടെ രമ ചേച്ചി. ഇന്ത്യയിലേക്ക് സ്വാഗതം. ദീപാവലിക്ക് എല്ലാവരും ഇലയപ്പം ഉണ്ടാക്കും. ഇലയപ്പമാണ് നമുക്ക് ദീപാവലിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് പറയാം. 1.5 കിലോ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് നല്ലതുപോലെ പൊടിച്ച് നല്ല നൈസായിട്ട് പൊടിക്കണം. പൊടിച്ച് വറുത്ത് എടുത്ത മാവാണ്. ഇടിയപ്പത്തിന് എങ്ങനെയാണോ നമ്മൾ വറുത്തെടുക്കുന്നത് അതുപോലെ വറുത്തെടുത്ത മാവാണിത്. 1 കിലോ ശർക്കര ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്നതാണിത്. 2 തേങ്ങ, ഇടത്തരം തേങ്ങയാണ്, അത് ചിരുക്കി വെച്ചിരിക്കുന്നതാണ്. 1 കപ്പ് അവല്, ചുമന്ന അവലാണ്. ആവശ്യത്തിന് നെയ്യ് എടുക്കണം. അതുപോലെ ഒരു ബൗള്, ചെറിയൊരു ബൗള്, 150 കപ്പലണ്ടി അത് വേണം. ആവശ്യത്തിന് ഏലക്ക വേണം. ഉപ്പ്. ഇത് ഇത്രയാണ് ഇതിന് ചേർക്കേണ്ട സാധനങ്ങൾ. ഇതൊക്കെയാണ് ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ. ഇതിനി എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കണം. വെള്ളം തിളപ്പിച്ച് ആ തിളച്ച വെള്ളത്തിലാണ് ഈ മാവ് നല്ലപോലെ കുഴച്ചെടുക്കാൻ. ഇതിലിപ്പോൾ മാവ് കുഴയ്ക്കാൻ വേണ്ടി 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കണം. മധുരം ചേർക്കണമെങ്കിൽ നമുക്ക് ഉപ്പ് അത്യാവശ്യമാണ്. മാവിലൊക്കെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് അത്രയും ഉപ്പ് വേണം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. തിളച്ച വെള്ളമാണ്. ഈ വെള്ളം ഒഴിച്ച് മാവ് നല്ലതുപോലെ കുഴയ്ക്കണം. ഇതിനെ നല്ലതുപോലെ കുഴയ്ക്കണം. മാവ് നല്ലതുപോലെ കുഴഞ്ഞ് ഇനി ഈ മാവ് നല്ല ചൂടാണ്. ഈ ചൂടുള്ളതുകൊണ്ട് നമുക്ക് ചൂടോട് കൂടി എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഈ മാവ് ഇവിടെ ഇരുന്നുണ്ട് കുറച്ച് നേരം ഇരുന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യണം. ഈ മാവ് ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. ബാക്കി ഈ മാവിലോട്ട് ചേർക്കേണ്ട കൂട്ടുണ്ട്, അത് നമുക്ക് തയ്യാറാക്കാം. അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് കാണാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഈ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കപ്പലണ്ടി ആ നെയ്യിൽ മൂപ്പിച്ച് കോരി മാറ്റണം. കോരി മാറ്റിയതിന് ശേഷമാണ് നമുക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കണം. ശർക്കര നല്ലതുപോലെ ഇളക്കി അത് കുറുകി വരണം. ഈ കുറുകി വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം, അവലിട്ട് കൊടുക്കണം, ആവശ്യത്തിന് ഏലക്ക ഇട്ട് കൊടുക്കണം. ഇത് ഇത്രയാണ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടായി. ഇനി നമുക്കിതിലോട്ട് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി നല്ലതുപോലെ മൂപ്പിച്ച് കോരി മാറ്റണം. കപ്പലണ്ടി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. തീ കുറച്ച് വെച്ച് കൊടുക്കണം. ഇനി നമുക്കിതിനെ ഒരു ബൗളിലോട്ട് കോരി മാറ്റാം. ഈ കപ്പലണ്ടി കൂടുതലായിട്ട് ആരും അങ്ങനെ ചേർക്കില്ല. പക്ഷെ ഞാനിപ്പോൾ ചേർക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയാണ് ഈ കപ്പലണ്ടി ചേർക്കുന്നത്. അങ്ങനെ എല്ലാം കോരി മാറ്റണം. അതിങ്ങനെ ഇതിങ്ങനെ കടിച്ച് തിന്നുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണിത്. നമുക്ക് അണ്ടിപ്പരിപ്പ് വേണമെങ്കിലും ചേർക്കാവുന്നത് തന്നെ. ആ ടേസ്റ്റിന് വേണ്ടി എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. പഴം ചേർക്കാം. പഴം ചേർക്കുന്നവരുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ ഞാൻ ഈ വരിക്കച്ചക്കയുടെ ഇലയിട ഉണ്ടാക്കി. അതിലിതുപോലെ ഞാൻ അത് ചക്കയുടേതാണ്. നല്ല ടേസ്റ്റായിരുന്നത്. കപ്പലണ്ടി വറുത്ത് കോരി. ഇനി നമുക്ക് ഇരിക്കുന്ന നെയ്യിൽ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കണം. തീ കുറച്ച് വെച്ചിട്ടാണ് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കേണ്ടത്.
തീ കൂട്ടിയിട്ട് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ശർക്കര പാനി കുറച്ച് കുറുകി വരുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ കുറുകി വരണം. സ്വല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ നെയ്യ് മാവിന് ചേർക്കുന്നില്ല, നമ്മൾ ഈ കൂട്ടിലോട്ടാണ് നെയ്യ് ചേർക്കുന്നത്. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഏകദേശം കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ചേർത്ത് കൊടുക്കണം. ഏലക്ക നമുക്ക് മണത്തിന് വേണ്ടി ആവശ്യത്തിന് ചേർത്താൽ മതി. ഈ തേങ്ങ ഇതിലൊക്കെ ഇട്ട് ഇളക്കി ഇങ്ങനെ കുറുകി വരുമ്പോൾ നമ്മുടെ ശരീരം കൂടി സൂക്ഷിക്കണം. സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതിനനുസരിച്ച് സൂക്ഷിച്ച് നിന്നാണ് നമ്മളിതിനെ ഇളക്കേണ്ടത്. തേങ്ങയും ശർക്കരയും നെയ്യും ഏലക്കയും ഏകദേശം നല്ലപോലെ കുറുകി കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലോട്ട് അവിൽ ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ അണയ്ക്കാം. ഈ ചൂടിൽ തന്നെ ഈ അവിൽ ഇതിലിങ്ങനെ ഈ ചൂടിൽ തന്നെ എല്ലാം നല്ലപോലെ അരിഞ്ഞു വരും. എല്ലാം ചേർത്ത് നല്ലതുപോലെ ജാമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒരല്പം നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇലയപ്പത്തിന് വേണ്ടിയുള്ള ഇലയടയ്ക്കുള്ള കൂട്ട് ശരിയായി. ഇനി നമുക്കിനി ഇലയിൽ മാവ് പരത്തിയിട്ട് ഈ കൂട്ട് അതിലോട്ട് കോരി വെച്ച് മടക്കിയെടുക്കണം. ഒരു ഉരുള എന്നുവെച്ചാൽ ഇലയ്ക്കനുസരിച്ചാണ് മാവ് എടുക്കേണ്ടത്. ഇല വീതി കുറവാണെങ്കിൽ കുറച്ചെടുത്താൽ മതി. ഇതിപ്പോൾ നല്ല വീതി ഉള്ളതുകൊണ്ട് ഇത്തിരി കൂടുതൽ മാവ് എടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ അമർത്തി പരത്തണം. നല്ലതുപോലെ അമർത്തി പരത്തി എടുക്കണം. നമ്മളിത്രയും വെള്ളത്തിൽ കൈ മുക്കണം. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ കൂട്ടുകോരി ഇതിലോട്ട് വെച്ച് കൊടുക്കണം. ഞാൻ ഈ ചെയ്തതുപോലെ നിങ്ങൾ ഒരു ദിവസം ചെയ്ത് നോക്കണത്. ഇതേപോലെ ഇങ്ങനെ പരത്തി മടക്കി
ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കിതേപോലെ പരത്തിയെടുക്കണം, പരത്തി മടക്കിയെടുക്കണം. അങ്ങനെ മാവ് മൊത്തം വാഴയിലയിൽ പരത്തി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനടുത്തും നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒന്നൊന്നായിട്ട് വെച്ച് കൊടുക്കണം. അങ്ങനെ ഇതെല്ലാം വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് അടപ്പ് വെച്ച് അടച്ചു വയ്ക്കണം. ഒരു അരമണിക്കൂർ നേരം ഇരുന്ന് വേകണം. അരമണിക്കൂറായി. ഇനി ഇതിന് സ്റ്റൗ അണയ്ക്കാം. അടപ്പ് തുറന്ന് നോക്കട്ടെ. ചെറുതെടുത്ത് നോക്കട്ടെ. നല്ല മണം. ഇലയപ്പം, ഇലയില എന്നും പറയും, ഇലയപ്പം എന്നും പറയും. റെഡിയായി. നല്ലതുപോലെ വെന്ത് കണ്ട. ഇലയപ്പം റെഡിയായി. ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഇരിക്കുന്നു. സൂപ്പർ, നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. എല്ലാവരും ഇതുപോലെ ദീപാവലിക്കും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണം. നമ്മുടെ പ്രഭാത ഭക്ഷണമായ ദോശയും സാമ്പാറും ചമ്മന്തിക്കറിയും തയ്യാറാക്കി കഴിച്ചു. പിന്നെ നമുക്കൊരു മധുരപലഹാരം കൊടുക്കണമല്ലോ. അങ്ങനെ മധുരപലഹാരവും തയ്യാറാക്കി, ഗുലാം ജാമും പിന്നെ ഇലയപ്പമാണ് ഉണ്ടാക്കിയത്. എല്ലാവരും കഴിച്ച് നന്നായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം, ചെയ്ത് നോക്കി കഴിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ നേരുന്നു.